കോട മഞ്ഞിറങ്ങി വരുന്ന സ്ഥലം. കരിങ്കല്ലുകൾ കൊണ്ട് പടുത്തുയർത്തിയ ഒരു പഴയ പള്ളി. ചുറ്റും ഉയർന്നു നിൽക്കുന്ന ചെടികളിലെ വെള്ളപ്പൂക്കൾ തണുത്ത കാറ്റിൽ ഇളകുന്നുണ്ട്. പള്ളിയുടെ അകത്തേക്കുള്ള വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. നഥാൻ അകത്തേക്ക് ഓടിച്ചെന്നു. ക്യാതറിൻ! അവൻ ഉറക്കെ വിളിച്ചു. കുരിശിലേറിയ യേശുവിന്റെ രൂപത്തിനു മുന്നിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ക്യാതറിൻ. പള്ളിക്കകത്ത് മെഴുകുതിരികൾ തെളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ക്യാതറിൻ! അവൻ വിളിച്ചു. അവൾ കുരിശു വരച്ച് എഴുന്നേറ്റ് നഥാനെ നോക്കി ചിരിച്ചു. നഥാന്റെ നോട്ടം അവളുടെ വീർത്തു നിൽക്കുന്ന വയറിലേക്കായിരുന്നു. ക്യാതറിൻ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അവൻ അവളുടെ അടുത്തേക്ക് നടന്നതും ആരൊക്കെയോ അവനെ പിടിച്ചു നിർത്തി. നിന്റെ രക്തം ഞാനിവിടെ ഒഴിക്കുകയാണ് നഥാൻ. പള്ളിയിലെ മെഴുകുതിരികൾ കാറ്റിൽ കെട്ടുപോയി. നോ നോ! നഥാൻ അലറി. അവൻ നോക്കി നിൽക്കെ അയാൾ ക്യാതറിന്റെ അടിവയറ്റിലേക്ക് കത്തിയിറക്കി. ക്യാതറിൻ! നഥാൻ ഉറക്കെ നിലവിളിച്ചുകൊണ്ടെഴുന്നേറ്റു. കാതറിൻ ശബ്ദം കേട്ട് എഴുന്നേറ്റ് വാതിൽ തുറന്ന് ഹാളിലേക്ക് പോയി. നഥാൻ സോഫയിലിരുന്ന് കിതക്കുകയായിരുന്നു. അവൾ ചെന്ന് അവന്റെ അടുത്ത് മുട്ടുകുത്തി നിന്നു. കൈകൊണ്ട് അവൾ എന്താ എന്ന് ചോദിച്ചു. നഥാൻ അവളെ നോക്കി. അവന്റെ കണ്ണുകൾ കലങ്ങി ചുവന്നിരുന്നു. എന്താ? അവൾ ഒന്നുകൂടി ചോദിച്ചു. കൈ കോർത്തു പിടിച്ച് തോളോട് കൊണ്ടുപോയി അവൾ അവനെ നോക്കി. സ്വപ്നം കണ്ടതാ? എന്താ കണ്ടേ? അവൾ കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു. നിന്നെ ആരോ കൊല്ലുന്നത്. എനിക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റിയില്ല. നഥാൻ പറഞ്ഞത് കേട്ടപ്പോൾ കാതറിൻ ദൂരേക്ക് നോക്കി. നീ പോയി കിടന്നോ, അവൻ പറഞ്ഞു. അവൾ അവന്റെ കൈ പിടിച്ചു. നഥാൻ അവളെ നോക്കി. അവൾ കൈകൾ കൂപ്പി മുകളിലേക്ക് നോക്കി കുരിശു വരച്ചു. കാതറിൻ പ്രാർത്ഥിക്കാനാണ് പറഞ്ഞതെന്ന് നഥാന് മനസ്സിലായി. നഥാൻ കണ്ണുകൾ അടച്ച് കുരിശു വരച്ചു കിടന്നു. കാതറിൻ റൂമിൽ വന്നു കിടന്നു. നഥാൻ ഉറങ്ങിയിട്ടും അവൾക്ക് ഉറക്കം വന്നില്ല. കാതറിൻ എഴുന്നേറ്റ് ഹാളിലേക്ക് പോയപ്പോൾ നഥാൻ ഉറക്കമായിരുന്നു. അവൾ റൂമിൽ ചെന്ന് ഒരു പുതപ്പെടുത്ത് അവനെ പുതച്ചുകൊടുത്ത് അവനെ നോക്കി നിന്നു. നഥാന്റെ മുടിയിൽ തലോടി കാതറിൻ റൂമിലേക്ക് പോയി. പതിയെ അവളും ഉറങ്ങിപ്പോയി. നഥാൻ എഴുന്നേറ്റ് സോഫയിലിരുന്നു. നഥാന്റെ ചിന്തയിൽ അപ്പോഴും ഇന്നലെ കണ്ട സ്വപ്നമായിരുന്നു. നഥാൻ എഴുന്നേറ്റ് റൂമിൽ ചെന്നപ്പോൾ കാതറിൻ അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ അടുക്കളയിലേക്ക് പോയപ്പോൾ കാതറിൻ അടുക്കളയിലായിരുന്നു. ഗുഡ് മോർണിംഗ്! നഥാന്റെ ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. അവൾ അവനെ നോക്കി ചെറുതായി ചിരിച്ചു. അവൾ കൈകൊണ്ട് തലയിൽ വെള്ളം ഒഴിക്കുന്നതായി കാണിച്ച് ചായക്കപ്പ് നഥാന് കാണിച്ചു കൊടുത്തു. കുളിച്ചിട്ട് വരാം. നഥാൻ അവിടെ നിന്ന് പോയി. കാതറിൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് ഡൈനിങ് ടേബിളിൽ വെച്ചു. നഥാൻ കുളി കഴിഞ്ഞിറങ്ങി. രണ്ടുപേരും ചായ കുടിക്കുവാനിരുന്നു. അന്നേരമാണ് കോളിംഗ് ബെല്ലടിച്ചത്. നഥാൻ അവളെ നോക്കി. അവൾ നഥാനെയും. നഥാൻ വേഗം എഴുന്നേറ്റ് ഹാളിലേക്ക് ചെന്ന് വാതിലിനിടയിലുള്ള ജനലിന്റെ കർട്ടൻ നീക്കി. ആൽവിൻ! നഥാൻ കർട്ടൻ നേരിട്ട് ഓടിച്ചെന്ന് കാതറിന്റെ കൈ പിടിച്ചുകൊണ്ടുപോയി ഉപയോഗിക്കാതെ അടച്ചിട്ടിരുന്ന റൂമിലേക്ക് അവളെ കയറ്റി. ഇവിടെ നിൽക്കെ, ശബ്ദമൊന്നും ഉണ്ടാക്കരുത്. എന്റെ ഒരു ഫ്രണ്ട് വന്നതാ. ആളത്ര വെടിപ്പല്ല, അതാ. അവൾ മൂളി. നഥാൻ വാതിലടച്ചു. വീണ്ടും കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടു. നഥാൻ ഫോൺ എടുത്ത് ലക്കിയെ വിളിച്ചു. എടാ! എന്താടാ കാലത്ത് തന്നെ? ലക്കി ചോദിച്ചു. എടാ, ആൽവിൻ വന്നിട്ടുണ്ട് ഇവിടേക്ക്. അതിനെന്താ? ഉറക്കച്ചടവിൽ ലക്കി ചോദിച്ചു. എടാ, കാതറിൻ ഇല്ലേ ഇവിടെ? ഏത് കാതറിൻ? നിന്റെ അമ്മയുടെ നായര്. എടാ, കാതറിൻ! ഓ ഗോഡ്! അവൻ ഇവിടുന്ന് എപ്പോ? അറിയില്ല, നീ ഇങ്ങ് വാ. നഥാൻ ഫോൺ വെച്ച് പോയി വാതിൽ തുറന്നു. എവിടെയായിരുന്നടാ നീ? എത്ര നേരമായി ഞാൻ കോളിംഗ് ബെൽ അടിക്കുന്നു. ആൽവിൻ അകത്തേക്ക് കയറി. നീ എന്താ കാലത്ത് തന്നെ? എനിക്ക് വന്നൂടെ? ആൽവിൻ എല്ലായിടവും കണ്ണുകൾ കൊണ്ട് പരതി. അല്ല, നീ ലക്കിയുടെ ഫ്ലാറ്റിലായിരുന്നല്ലോ. കാലത്ത് തന്നെ ലക്കി വന്നില്ലേ? നോ. നീ ഒറ്റയ്ക്കാണോ വന്നേ? ആ, കം ഓൺ മാൻ. നീ എന്താ ഒരുമാതിരി പോലീസുകാരെ പോലെ? ആൽവിൻ അടുക്കളയിലേക്ക് നടക്കുമ്പോഴാണ് ഡൈനിങ് ഹാളിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇരിക്കുന്നത് കണ്ടത്.
പുട്ടും കടലക്കറിയും, ആൽവിൻ പറഞ്ഞു. നീ മുൻപ് കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്, പക്ഷേ ഒരാൾ മാത്രമുള്ള ഫ്ലാറ്റിൽ 2 പ്ലേറ്റിൽ പുട്ടിരിക്കുന്നത് കാണുന്നത് ആദ്യമാ. ആൽവിൻ നഥാനെ നോക്കി. നഥാൻ നോക്കിയപ്പോൾ 2 പ്ലേറ്റിൽ പുട്ടിരിക്കുന്നത് കണ്ടു. ഇതാർക്കാ നഥ 1 പ്ലേറ്റിൽ പുട്ടിരിക്കുന്നത്? അത് ഓർമ്മയില്ലാതെ വെച്ചാടാ, എന്റെ ഒരു മറവി. നഥാൻ ചെന്ന് 1 പ്ലേറ്റിലെ പുട്ടെടുത്ത് കാസറോളിൽ വെച്ചു. മറവി അത്ര നല്ലതല്ല ഉണ്ണി. നീ ഇപ്പൊ കാലത്ത് തന്നെ എന്റെ ഓർമ്മശക്തി അളക്കാൻ വന്നതാണോ? ഏയ്. ആൽവിൻ അടുക്കളയിലേക്ക് ചെന്ന് എല്ലായിടവും നോക്കി. നീ എന്താ ഈ നോക്കുന്നേ? നഥാൻ അവന് പിന്നാലെ പോയി. നഥാ, ഇവിടെ ഒരു പെണ്ണിന്റെ മണം. നീ എന്താ പോലീസ് നായയോ? ആ, ചില നേരത്ത്. അവൻ തിരിച്ചു ഹാളിലേക്ക് വന്നു. വീടൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ടല്ലോ. ഇപ്പൊ കണ്ട ഈ വീട്ടിലൊരു പെണ്ണുണ്ടെന്ന് തോന്നും. ആ ഉണ്ട്, ഈ വീട്ടിലൊരു പെണ്ണുണ്ട്. നഥാൻ പോയി വാതിൽ തുറന്ന് കാതറിന്റെ കൈപിടിച്ച് ഹാളിലേക്ക് കൊണ്ടുവന്നു. അപ്പോഴേക്കും ലക്കി അവിടേക്കെത്തി. ഇതാ നീ ഇവിടെ വന്ന് അന്വേഷിച്ച പെണ്ണ്. പേര് കാതറിൻ. ഞാൻ സ്നേഹിച്ച കുട്ടിയാ. വീട്ടിലറിഞ്ഞപ്പോ ഞാൻ വിളിച്ചുകൊണ്ട് വന്നതാ. ഇനി എന്തെങ്കിലും അറിയണോ? കാതറിൻ നഥാനെ നോക്കി. നീ സ്നേഹിച്ച കുട്ടി? നഥ, കള്ളം പറയില്ലേ. നിന്റെ ലൈഫിൽ എന്തുണ്ടെങ്കിലും ഞങ്ങൾ അറിയും. ഞങ്ങളോട് നീ എല്ലാം പറയുന്നതാ. ആൽവിൻ പറഞ്ഞു. എനിക്കറിയാമായിരുന്നു, ലക്കി പറഞ്ഞു. ഇവൻ പറഞ്ഞ സത്യമാണോ? ആൽവിൻ അവളെ നോക്കി. അവൾ നഥാനെയും. ആണോ? അവൾ മൂളി. മൂളിയാ പോരാ, പറയണം. കാതറിൻ സംസാരിക്കില്ല, ഊമയാണ്. ആൽവിൻ നഥാനെ നോക്കി, കാതറിനെയും. നീ സ്നേഹിക്കുന്ന പെണ്ണിവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവളെ മറ്റു പെണ്ണുങ്ങളെ നോക്കുന്ന പോലെ ഞാൻ നോക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നഥ? നിന്റെ പെണ്ണെന്ന് പറഞ്ഞാൽ എനിക്ക് അവള് പെങ്ങളല്ലേടാ, ആൽവിൻ പറഞ്ഞു. ആശ്വാസത്തോടെ ലക്കി നഥാനെ നോക്കി. സോറിടാ, പറയാമെന്ന് കരുതിയതാ, പിന്നെ ഒക്കെ പെട്ടെന്നായിരുന്നു. നഥാൻ ലക്കിയെ നോക്കി പറഞ്ഞു. സാരമില്ല, എന്തായാലും ഞങ്ങളുടെ ഗ്യാങ്ങിലേക്ക് സ്വാഗതം, ആൽവിൻ കാതറിനെ നോക്കി പറഞ്ഞു. അവൾ മെല്ലെ ഒന്ന് ചിരിച്ചു. ലക്കിയും ആൽവിനും പോയപ്പോൾ കാതറിൻ നഥാനെ നോക്കി. വേറെ വഴിയില്ലായിരുന്നു. മാത്രമല്ല, നിന്നെ ഇങ്ങനെ ഇവിടെ നിർത്തുമ്പോൾ എന്തെങ്കിലും കഥ പറഞ്ഞേ പറ്റൂ. ആൽവിൻ എന്താണെന്ന് എനിക്ക് ലക്കിക്ക് നന്നായി അറിയാം. അതാ സോറി. ഇവിടേക്ക് അടുത്ത വീട്ടിലെ മാമി വരും. അവർ വരുമ്പോഴൊക്കെ നിന്നെ ഒളിപ്പിച്ചു നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് ഈ കള്ളം അങ്ങനെ നിന്നോട്ടെ, നീ ഇവിടുന്ന് പോകുന്നതുവരെ. അവൾ ഒന്നും മിണ്ടാതെ റൂമിൽ ചെന്ന് ബെഡിൽ കിടന്നു. അവൻ സോഫയിലേക്കിരുന്നു. കാതറിൻ കണ്ണുകൾ അടച്ചു. ഗേറ്റ്, നിന്റെ കർമ്മം നഥാന്റെ രക്തദാഹികളിൽ നിന്ന് അവനെ സംരക്ഷിക്കുക എന്നതാണ്. അതിനുപരി നീ അവന്റെ ആരുമാകാതിരിക്കുക. ഒരിക്കലും നിനക്ക് അർഹതപ്പെട്ടവനല്ല നഥാൻ എന്നും നീ അറിയുക. അവൻ നിന്റെ യജമാനൻ മാത്രമാകുന്നു. മൈക്കിളിന്റെ വാക്കുകൾ അവൾ ഓർത്തെടുത്തു. പപ്പ, ഊമയായ ഞാൻ എങ്ങനെ അദ്ദേഹത്തെ രക്ഷിക്കും? കാതറിൻ വിരലിലെ മോതിരം തൊട്ടു. അറിയില്ല പപ്പ, എന്നാലും പപ്പയ്ക്ക് തന്ന വാക്ക് ഞാൻ പാലിക്കും. കാതറിൻ എഴുന്നേറ്റ് ഹാളിലേക്ക് ചെല്ലുമ്പോൾ നഥാൻ സോഫയിൽ കണ്ണുകളടച്ച് കിടക്കുകയായിരുന്നു. അവൾ നഥാന്റെ കയ്യിൽ തൊട്ടപ്പോൾ നഥാൻ കണ്ണു തുറന്നു. അവൾ ക്ലോക്കിലേക്ക് നോക്കി. ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ എന്ന് ചോദിച്ചു. ഇല്ല, ഇന്ന് സാറ്റർഡേ അല്ലേ, ഓഫീസില്ല, അവൻ പറഞ്ഞു. എന്താ ഉറങ്ങുന്നേ? അവൾ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. തലവേദനയുണ്ട്, അവൻ പറഞ്ഞു. കാതറിൻ അവന്റെ നെറ്റിയിൽ കൈവച്ചു നോക്കി. ഏയ്, പനിയൊന്നുമില്ല, അവൻ പറഞ്ഞു. അവൾ അടുക്കളയിലേക്ക് പോയി. നഥാൻ സോഫയിൽ കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ കപ്പിൽ ചായയുമായി അവൾ വന്ന് നഥാനെ തട്ടി വിളിച്ചു. അവൻ എഴുന്നേറ്റിരുന്നപ്പോൾ കാതറിൻ ചായ അവന് നേരെ നീട്ടി. കപ്പ് വാങ്ങി അവൻ അവളെ നോക്കി. അവൾ ആ കപ്പ് ചൂണ്ടി കുടിക്കാൻ പറഞ്ഞു. എന്നിട്ട് തലയിൽ കൈവച്ച് കൈ കുടഞ്ഞു. അവൻ മൂളി. അവൾ അടുക്കളയിലേക്ക് പോയപ്പോൾ നഥാൻ എന്തോ ആലോചിച്ച് പുഞ്ചിരിച്ച് ചായ കുടിച്ചു. ചായക്കപ്പ് അടുക്കളയിൽ കൊണ്ട് വെക്കാൻ പോയപ്പോൾ കാതറിൻ എന്തോ ആലോചിച്ച് പച്ചക്കറി അരിയുന്നത് കണ്ട് നഥാൻ നിന്നു. നഥാൻ കണ്ടപ്പോൾ അവൾ ചിരിച്ചു. അവൾ അവളുടെ നെറ്റിയിൽ കൈവച്ച് അവനെ നോക്കി. കുറഞ്ഞു, അവൻ പറഞ്ഞു. കാതറിൻ, തിങ്കളാഴ്ച നമുക്ക് ജി ഗ്രൂപ്പിൽ പോയിട്ട് നിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാം.
അവൾ മൂളി. നഥാൻ അടുക്കളയിൽ നിന്ന് പോയപ്പോൾ അവൻ പോയ വഴിയെ നോക്കി ആലോചിച്ചു. ഞാൻ ഇവിടുന്ന് പോകേണ്ടി വരും. അതനുവദിക്കരുത്. ഞാൻ പോകേണ്ടി വന്നാൽ... ചിന്തിച്ച് പച്ചക്കറി അരിയുന്നതിനിടയിൽ കാതറിന്റെ വിരൽ മുറിഞ്ഞു. അവൾ വിരൽ ഉയർത്തി നോക്കി. വിരലിൽ നിന്ന് രക്തമൊഴുകുന്നുണ്ടായിരുന്നു. കാതറിൻ! അവൻ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അവൾ മുറിഞ്ഞ വിരൽ നോക്കി നിൽക്കുന്നത് കണ്ടു. കാതറിൻ, കൈമുറിഞ്ഞോ? അവന്റെ ശബ്ദം കേട്ടപ്പോൾ അവൾ നഥാനെ നോക്കി. ബ്ലഡ് പോകുന്നുണ്ട്, വാ മുറിവ് കെട്ടിത്തരാം. അവൻ അവളുടെ കൈ പിടിച്ചു കൊണ്ടുപോയി. കാതറിൻ ഹാളിലിരിക്കുമ്പോൾ നഥാൻ ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൊണ്ടുവന്ന് അവളുടെ അടുത്തിരുന്നു. എന്താ ആലോചിക്കുന്നത്? നഥാൻ അവളുടെ മുറിവിലെ ബ്ലഡ് തുടയ്ക്കുമ്പോൾ ചോദിച്ചു. അവൾ ഒന്നും പറയാതെ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി. എന്തേ? അവൻ ചോദിച്ചു. ഒന്നുമില്ലെന്ന് അവൾ തലയാട്ടി. നഥാൻ മരുന്ന് വെച്ച് മുറിവ് കെട്ടിക്കൊടുത്തു. ഞാൻ കറിയുണ്ടാക്കിക്കോളാം, നഥാൻ പറഞ്ഞു. അവൾ അവനെ നോക്കി നെറ്റി ചുളിച്ച് വേണ്ടാന്ന് പറഞ്ഞു. ഓക്കെ, നീ പറഞ്ഞു തന്നാ മതി. അവൻ ചിരിച്ചു. കാതറിനും. മോനെ! വാതിൽ തുറന്ന് മാമി കടന്നു വരുമ്പോൾ കാതറിന്റെ കൈപിടിച്ചിരിക്കുന്ന നഥാനെ അവർ കണ്ടത്. മാമി കാതറിനെ നോക്കി. മാമി! നഥാൻ എഴുന്നേറ്റു. കാതറിനും. ഞാനിത്തിരി എരിശ്ശേരി ഉണ്ടാക്കിയത് തരാൻ വന്നതാ. ഏതാ മോനെ ഈ കുട്ടി? മാമി കാതറിനെ നോക്കി. മുന്നേ കണ്ടിട്ടില്ലല്ലോ. നഥാൻ കാതറിനെ നോക്കി. മാമി ഇത് ഞാൻ സ്നേഹിക്കുന്ന കുട്ടിയാ. നഥാൻ ആൽവിനോട് പറഞ്ഞ അതേ കള്ളം മാമിയോട് ആവർത്തിച്ചു. ആണോ? എന്നോട് നീ പറഞ്ഞില്ല. നീ ഇത് പിടിച്ചേ. പാത്രം മാമി നഥാന്റെ കയ്യിൽ കൊടുത്ത് കാതറിന്റെ അടുത്തേക്ക് പോയി. നിനക്ക് നല്ല ചേർച്ചയുണ്ട്. മോളുടെ പേരെന്താ? കാതറിൻ, നഥാൻ പറഞ്ഞു. നിന്നോടാരാ ചോദിച്ചേ? ഞാൻ മോളോടല്ലേ ചോദിച്ചേ. അവൾ സംസാരിക്കില്ല മാമി. മാമിയുടെ രുക്കുവിനെ പോലെയാവളും. അത് കേട്ടപ്പോൾ മാമി അവളെ നോക്കി. മാമി അവളുടെ മുടിയിൽ തലോടി. എന്തായാലും എനിക്ക് വന്ന് സംസാരിക്കാൻ ഒരാളായി. ഇതെന്താ, കൈമുറിഞ്ഞോ? അവൾ മൂളി. പച്ചക്കറി അരിഞ്ഞതാ, കൈമുറിച്ചു, നഥാൻ പറഞ്ഞു. എന്നാൽ നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ സ്വർഗത്തിലെ കട്ടറുമ്പാകുന്നില്ല. മാമി അവിടെ നിന്ന് പോയി. കറിയുണ്ടാക്കണ്ടേ? നഥാൻ ചോദിച്ചു. വാ, അവൻ പറഞ്ഞു. ബാൽക്കണിയിലെ ചെടികൾക്ക് നഥാൻ വെള്ളം ഒഴിക്കുന്നത് നോക്കി നിൽക്കുകയായിരുന്നു കാതറിൻ. ചുവന്ന റോസാ ചെടികൾക്ക് അപ്പുറം പടർന്നു പന്തലിച്ച് നിൽക്കുന്ന മുല്ലവള്ളിയിൽ മുല്ലപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. നഥാൻ അവയിൽ നിന്നും കുറച്ച് പൂക്കൾ പൊട്ടിച്ച് കാതറിന് നേരെ നീട്ടി. അവളത് വാങ്ങി അവനെ നോക്കി. മണത്ത് നോക്ക്, അവൻ പറഞ്ഞു. അവൾ മുല്ലപ്പൂക്കൾ മണത്ത് അവനെ നോക്കി ചിരിച്ചു. നല്ല മണം അല്ലേ? അവൻ ചോദിച്ചു. കാതറിൻ മൂളി. ഓർഫനേജിലായിരുന്നപ്പോൾ എൻ്റെ ജോലി ഇതായിരുന്നു. ചെടികൾ നടുക, വളർത്തുക, വെള്ളം ഒഴിക്കുക, വിരിയുന്ന റോസാപ്പൂക്കൾ മാതാവിൻ്റെ രൂപക്കുടിന് മുന്നിൽ വയ്ക്കുക, നഥാൻ പറഞ്ഞു. പക്ഷെ എനിക്കിഷ്ടം മുല്ലപ്പൂക്കളാണ്. രാത്രി മുല്ലപ്പൂക്കൾ വിരിയുന്നത് കണ്ടിട്ടുണ്ടോ താൻ? അവൻ ചോദിച്ചു. അവൾ ഇല്ലെന്ന് തലയാട്ടി. മെല്ലെ മെല്ലെ ഇതളുകൾ വേർപെട്ട് മുല്ലപ്പൂക്കൾ വിരിയുമ്പോൾ ഒരു പ്രത്യേക ഗന്ധമാണ്. അവൻ പറയുന്നത് കേട്ട് അവൾ പുഞ്ചിരിച്ചു. ഓഫീസുള്ളപ്പോൾ എനിക്കിതൊന്നും നോക്കാൻ നേരം കിട്ടാറില്ല. എഴുന്നേൽക്കുന്നതും വന്നു കിടക്കുന്നതും ഏതെങ്കിലും നേരത്തായിരിക്കും. ഇവിടെ ഇരുന്ന് ബോറടിക്കുമ്പോൾ തനിക്കിതൊക്കെ നനയ്ക്കാം. അവൾ മൂളി. താൻ പേടിക്കണ്ട, അധികം ജോലിയൊന്നും ഞാൻ ചെയ്യിക്കുന്നില്ല. തന്റെ ജോലി ഓക്കെ ആയാൽ തനിക്കിവിടുന്ന് പോകാം, അവൻ ചെടികൾക്ക് വെള്ളമൊഴിക്കുന്നതിനിടയിൽ പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൾ അകത്തേക്ക് പോയി. ഒന്നും മിണ്ടാതെ അവൾ പോയപ്പോൾ നഥാൻ അവളെ നോക്കി. നഥാൻ അവളുടെ പിന്നാലെ പോയപ്പോൾ അവൾ ബെഡിൽ കിടക്കുകയായിരുന്നു. ഒന്നും ചോദിക്കാൻ നിൽക്കാതെ അവൻ സോഫയിൽ പോയിരുന്നു. കാതറിന്റെ മൗനം അവനെ വല്ലാതെ ഭരിച്ചു. ആ ഇരിപ്പ് മണിക്കൂറോളം നീണ്ടുപോയി. ഗേറ്റ്, സദാ നീ ഓർക്കേണ്ടത് എന്റെ വാക്കുകൾക്കപ്പുറം നീ നിന്റെ ചിന്തകൾ വളർത്താതിരിക്കുക എന്നതാണ്. നഥാൻ എന്നും നിന്റെ യജമാനനാണ് ഗേറ്റ്. പപ്പയുടെ വാക്കുകൾ ഓർമ്മ വന്നപ്പോൾ അവൾ എഴുന്നേറ്റു. അടുക്കളയിലേക്ക് പോകുന്ന വഴി സോഫയിലിരിക്കുന്ന നഥാനെ അവൾ നോക്കി. നഥാൻ അവളെയും. ഒന്നും മിണ്ടാതെ അവൾ അടുക്കളയിലേക്ക് പോയി. അടുക്കളയിൽ ചെന്ന് പ്ലേറ്റും ചോറും എല്ലാം ഡൈനിങ് ടേബിളിൽ വെച്ച് അവൾ നഥാനെ വന്ന് വിളിച്ചു.
ആഹാരം കഴിക്കുമ്പോൾ ഇടയ്ക്ക് പരസ്പരം നോക്കുകയല്ലാതെ അവർ മിണ്ടിയില്ല. ആഹാരം കഴിക്കുന്നത് പാതിയിൽ നിർത്തി നഥാൻ പോയി കൈ കഴുകി ഹാളിൽ ചെന്നിരുന്നു. കാതറിൻ പിന്നൊന്നും കഴിച്ചില്ല. അവൾ 2 പ്ലേറ്റും കൊണ്ടുപോയി കഴുകിവെച്ച് ഹാളിൽ വന്നു നിന്നു. നഥാൻ ഒന്നും മിണ്ടാഞ്ഞത് കണ്ടപ്പോൾ കാതറിൻ റൂമിലേക്ക് തന്നെ പോയി. അന്നേരമാണ് അവന്റെ ഫോൺ റിങ് ചെയ്തത്. ലക്കിയായിരുന്നു. എന്താടാ? നഥാൻ ചോദിച്ചു. അളിയ, ഞങ്ങൾ നൈറ്റ് ഫിലിമിന് പോകുന്നുണ്ട്, നീയുണ്ടോ? എടാ, ഞാൻ വന്നാൽ വരാം. എന്തോ ആലോചിച്ച് അവൻ പറഞ്ഞു. ഓക്കെ. ലക്കി ഫോൺ കട്ട് ചെയ്തു. നഥാൻ എഴുന്നേറ്റ് റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ കാതറിൻ ഉറക്കമായിരുന്നു. കാതറിൻ ഹാളിലേക്ക് ചെല്ലുമ്പോൾ പോകാനായി തയ്യാറായി നിൽക്കുന്ന നഥാനെയാണ് കണ്ടത്. അവൾ കൈകൊണ്ട് എവിടേക്കാ എന്ന് ചോദിച്ചു. ഞാൻ പുറത്തേക്ക് പോവുക, വരാൻ ലേറ്റാവും, നീ കഴിച്ചിട്ട് കിടന്നോ, വാതിലടയ്ക്കണം. നഥാൻ അതും പറഞ്ഞ് കീ എടുത്ത് പുറത്തേക്ക് പോയി. കാതറിൻ ബാൽക്കണിയിൽ നിന്ന് തന്നെ നോക്കുന്നത് നഥാൻ കണ്ടു. അവളെ ഒന്ന് നോക്കി നഥാൻ കാറിൽ കയറിപ്പോയി. കാതറിൻ വിടർന്നു നിൽക്കുന്ന പൂക്കളെ നോക്കി. നീ നേരത്തെ വന്നോ? നഥാനെ കണ്ടപ്പോൾ ലക്കി ചോദിച്ചു. ആ, കാതറിൻ വന്നില്ലേ? ആൽവിൻ നഥാന്റെ പിന്നിലേക്ക് നോക്കി. ഇല്ല, അവളില്ലെന്ന് പറഞ്ഞു. ആ, ഞാൻ പോയി കുളിക്കട്ടെ. ആൽവിൻ ബാത്റൂമിൽ കയറി. നീ അവളെ ഒറ്റയ്ക്കാക്കണ്ടായിരുന്നു, ഒന്നുമില്ലെങ്കിലും ഒന്ന് നിലവിളിക്കാൻ കൂടി കഴിയാത്ത കുട്ടിയല്ലേ, ലക്കി പറഞ്ഞു. നഥാൻ ഒന്നും മിണ്ടിയില്ല. എന്തടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ലക്കി, എനിക്കെന്തോ പോലെ. അവൾ എന്നോട് മിണ്ടാതെയാകുമ്പോ എന്തോ ഒരു വേദന. ഇത്ര കാലം ഒറ്റയ്ക്ക് ആ വീട്ടിൽ നിൽക്കുമ്പോൾ ഉണ്ടായിരുന്നത് പോലെ അല്ല ഇപ്പോൾ എനിക്ക്. നീ അവളോട് തെറ്റ് ചെയ്തെന്ന കുറ്റബോധം മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാ നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. മേ ബി. നഥാൻ ചിരിച്ചു. അതെ. ആൽവിൻ കുളി കഴിഞ്ഞിറങ്ങി. നമ്മുടെ കൂട്ടത്തിലെ ഒരുത്തൻ കമ്മിറ്റഡ് ആയതിന്റെ ചെലവ് നടത്തണ്ടേ? 2 ദിവസം മുന്നേ ഒരു ചെലവ് കിട്ടിയതല്ലേ? നഥാൻ ചോദിച്ചു. അത് നിന്റെ ബർത്ത്ഡേയുടെ, ഇത് നിന്റെ റിലേഷൻഷിപ്പിന്റെ. ഒഴിഞ്ഞു മാറാൻ പറ്റില്ല നഥാ. ആ ശരി, നഥാൻ പറഞ്ഞു. ഫിലിം കണ്ടു കഴിഞ്ഞ് പാർട്ടി നടത്താനുള്ള കുപ്പിയും വാങ്ങി അവർ ലക്കിയുടെ ഫ്ലാറ്റിലേക്ക് ചെന്നു. പുറത്ത് ഇടിവെട്ടി മഴയുണ്ടായിരുന്നു. നഥാ, നീ അധികം കഴിക്കണ്ട, പുറത്ത് നല്ല മഴയാ, ആ കുട്ടി അവിടെ ഒറ്റയ്ക്കാ. എനിക്ക് ഓർമ്മയുണ്ട് ലക്കി, നഥാൻ പറഞ്ഞു. കൂട്ടുകാർക്കൊപ്പമാകുമ്പോൾ എല്ലാം മറക്കുന്ന നഥാൻ മദ്യം കൂടി അകത്ത് ചെന്നപ്പോൾ അവിടെ തന്നെ കിടന്നു. അതേസമയം നഥാനെ കാത്തിരിക്കുകയായിരുന്ന കാതറിൻ പതിയെ ഉറക്കത്തിൽ വീണു. പെട്ടെന്ന് കോളിംഗ് ബെല്ലിൽ ശബ്ദം കേട്ടപ്പോൾ കാതറിൻ ഓടിച്ചെന്ന് വാതിൽ തുറന്നു. നഥാൻ കാറിൽ കയറി കുറച്ചുനേരം കണ്ണുകൾ അടച്ചിരുന്നു. പിന്നെ കാർ സ്റ്റാർട്ട് ചെയ്ത് പാർക്കിംഗ് ലോട്ടിൽ നിന്നും പുറത്തേക്കെത്തിയതും ഒരു പെൺകുട്ടി മുന്നിൽ ചാടി. പെട്ടെന്ന് നഥാൻ കണ്ണു തുറന്ന് ചുറ്റും നോക്കി. താൻ ലക്കിയുടെ ഫ്ളാറ്റിലാണെന്ന് അപ്പോഴാണ് നഥാൻ ഓർമ്മ വന്നത്. നഥാൻ എഴുന്നേറ്റ് കീയും ഫോണും തപ്പിയെടുത്ത് കൂട്ടുകാരോട് യാത്ര പോലും പറയാതെ ഓടി. പുറത്ത് കോരിച്ചൊരിയുന്ന മഴയായിരുന്നു. നഥാൻ പാർക്കിങ്ങിൽ ചെന്ന് കാറിൽ കയറി. പോകുന്ന വഴിയെ വീട്ടിലെ ലാൻഡ് ഫോണിൽ അവൻ വിളിച്ചുകൊണ്ടിരുന്നു. എങ്കിലും ആരും ഫോൺ എടുത്തിരുന്നില്ല. കാതറിൻ, ഫോൺ എടുക്ക്, അവൻ പറഞ്ഞുകൊണ്ടിരുന്നു. ഛേ, നഥാൻ സ്വയം ശപിച്ചു. നഥാൻ തന്റെ കാറിന്റെ സ്പീഡ് കൂട്ടി. മുറ്റത്ത് കാർ പാർക്ക് ചെയ്ത് നഥാൻ പടികൾ ഓടിക്കയറി. വാതിൽ പാതി ചാരിക്കിടക്കുന്നത് കണ്ട നഥാൻ അകത്തേക്ക് കയറി. എല്ലാം ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു. കാതറിൻ, അവൻ വിളിച്ചു. റൂമിലും അടുക്കളയിലും ഒന്നും അവളെ കണ്ടില്ല. കാതറിൻ, അവൻ ഉറക്കെ വിളിച്ചെങ്കിലും ഫലമുണ്ടായില്ല. നഥാൻ സോഫയിലേക്കിരുന്നു. കാതറിൻ, നീ എവിടെയാ? അവൻ സ്വയം ചോദിച്ചു. നഥാന്റെ കണ്ണുകൾ നിറഞ്ഞു. നഥാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പടികളിറങ്ങി റോഡ് മുറിച്ചു കടന്നു. ഗേറ്റ് തുറന്ന് മാമിയുടെ വീടിന്റെ കോളിംഗ് ബെല്ലിൽ അമർത്തി. മാമി, കാതറിൻ. വാതിൽ തുറന്ന ഉടൻ നഥാൻ പറഞ്ഞതും മാമി നഥാന്റെ മുഖമടച്ചൊന്നു കൊടുത്തു. എടാ, ഒരു പെണ്ണിനെ സ്നേഹിച്ച് വിളിച്ചുകൊണ്ട് വന്നിട്ട് അവളെ ഒറ്റയ്ക്കാക്കി പോകാൻ നാണമുണ്ടോ നിനക്ക്? അവളുടെ അച്ഛനും അമ്മയും എങ്ങനെ വളർത്തിയതാകും അവളെ? എന്നിട്ടും നിന്നെ വിശ്വസിച്ചല്ലേ അവൾ വന്നത്? മാമി ചോദിച്ചു. മാമി, കാതറിൻ എവിടെ? ഇവിടെയുണ്ട്. ആരൊക്കെയോ പിടിച്ചുകൊണ്ടു പോകാൻ നോക്കിയതാ. ഒന്ന് നിലവിളിക്കാൻ കൂടി അതിന് ശബ്ദമില്ലല്ലോ. അവരെയൊക്കെ തട്ടിമാറ്റി ഓടി വന്ന് കയറിയത് ഇങ്ങോട്ടാ. അവൾ എവിടെ മാമി? വായോ. അവൻ മാമിയുടെ പിന്നാലെ ചെന്നു.
കാതറിൻ കിടക്കുകയായിരുന്നു. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. കാതറിൻ, അവൻ വിളിച്ചു. അവൾ കണ്ണു തുറന്നു നോക്കി. അവൾ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് മാമിയുടെ അടുത്തേക്ക് പോയി യാത്ര പറഞ്ഞു. നഥാനെ നോക്കാതെ അവൾ വീട്ടിലേക്ക് നടന്നു. പിന്നാലെ നഥാനും. കാതറിൻ. വീട്ടിലെത്തിയപ്പോൾ നഥാൻ അവളുടെ കൈ പിടിച്ചു. സോറി. അവൾ അവന്റെ കൈ തന്റെ കയ്യിൽ നിന്നും വേർപെടുത്തി റൂമിലേക്ക് നടന്നു. കാതറിൻ. അവൻ ചെന്ന് അവളെ പിടിച്ചു നിർത്തി. കാതറിൻ ദേഷ്യത്തോടെ അവനെ നോക്കി. സോറി, അവൻ പറഞ്ഞു. ആരാ നിന്നെ കൊണ്ടുപോകാൻ നോക്കിയത്? ആരാ അവർ? അവൾ കൈകൊണ്ട് ആംഗ്യം കാണിച്ചതിൽ നിന്ന് അന്ന് അവളെ നശിപ്പിക്കാൻ ശ്രമിച്ച ആളുടെ ആൾക്കാരാണെന്ന് അവന് മനസ്സിലായി. പേടിച്ചോ? അവൻ ചോദിച്ചു. അവൾ മൂളി. അവൾ കുറെ നിലവിളിച്ചുവെന്ന് ആംഗ്യം കാണിച്ചു. സോറി, അവൻ അവളുടെ മുടിയിൽ തലോടി പറഞ്ഞു. കരഞ്ഞുകൊണ്ട് അവൾ കാണിക്കുന്നതൊന്നും അവന് മനസ്സിലായില്ലെങ്കിലും അവൾ ഒരുപാട് പേടിച്ചിട്ടുണ്ടെന്ന് നഥാന് മനസ്സിലായി. ഞാൻ നിന്നെ ഒറ്റയ്ക്കാക്കി പോകില്ല, നീ ഹോസ്റ്റലിലും നിൽക്കണ്ട, അവൻ പറഞ്ഞു. കാതറിൻ കണ്ണുനീർ തുടച്ചു. അവൾ മുഖം ചുളിച്ച് അവനെ നോക്കി കുടിച്ചിട്ടുണ്ടല്ലേ എന്ന് ആംഗ്യം കാണിച്ചു. കുറച്ച്. നീ എന്തേലും കഴിച്ചോ? അവൾ ഇല്ലെന്ന് തലയാട്ടി. വാ, ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കിത്തരാം, നഥാൻ പറഞ്ഞു. അവൾ വേണ്ടെന്ന് തലയാട്ടി. ഓംലെറ്റ് ഞാൻ നന്നായി ഉണ്ടാക്കും, നഥാൻ പറഞ്ഞത് കേട്ട് അവൾ ചിരിച്ചു. അടുക്കള തിണ്ണയിൽ ഇരിക്കുകയായിരുന്നു കാതറിൻ. നഥാൻ ഓംലെറ്റ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. പപ്പ, തെറ്റിയ വഴി എന്നെ എത്തിച്ചത് നേരായ വഴിയിൽ തന്നെയാണ്. പക്ഷെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നേരിടേണ്ടി വരുന്നവയിൽ എനിക്ക് തുണയായിരിക്കണമേ. പപ്പ പഠിപ്പിച്ചു തന്നതുപോലെ. ദാ ഓംലെറ്റ്, കഴിച്ചു നോക്ക്, അവളുടെ ചിന്തയെ മുറിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. പ്ലേറ്റ് വാങ്ങി ഒരു കഷ്ണം കീറി കാതറിൻ കഴിച്ചു. എങ്ങനെ? അവൾ തന്റെ ചൂണ്ടുവിരലും തള്ളവിരലും കൂട്ടിപ്പിടിച്ച് കൊള്ളാമെന്ന് കാണിച്ചു. ജനലിനപ്പുറം മഴ ആർത്തു പെയ്യുന്നുണ്ടായിരുന്നു. കാലം നഥാന്റെ ജീവിതത്തിന്റെ ഗതി മാറ്റാൻ പോകുകയായിരുന്നു.